ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഡെഡ്പൂൾ ആൻഡ് വുൾവറൈൻ സിനിമ റിലീസായതിനു ശേഷം ഞാൻ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. എന്നാലും ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഫിലിം റിലീസ് ചെയ്തതിന് ശേഷമാണ്. അതായത് ഇപ്പോൾ ഡെഡ്പൂൾ MCUലേക്ക് വന്നതോടുകൂടി ഈ ടൈം ലൈൻ ഇപ്പോൾ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞിട്ടുണ്ട്. സോ ഏതൊക്കെ ഇവൻറ്റ്സ് എവിടെയൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറയുന്നതിൽ ചിലത് കംപ്ലീറ്റ് തിയറിയാണ്, ചിലത് കംപ്ലീറ്റ് ആയിട്ട് റോങ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ ദയവായി താഴെ കമൻസിൽ ഇടുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. കണ്ടന്റ് കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, ഈ ഡെഡ്പൂൾ MCUവിൽ ചേരുന്നതിന് മുമ്പ് രണ്ട് ടൈം ലൈൻ ഉണ്ടായിരുന്നു. ഒന്ന് 20th സെഞ്ച്വറി ഫോക്സിന്റെ X-Men ടൈം ലൈനും, അതായത് എർത്ത് 1005ഉം, പിന്നെ ഡിസ്നിയുടെ MCU ടൈം ലൈൻ, അതായത് എർത്ത് 616 അല്ലെങ്കിൽ സേക്രഡ് ടൈം ലൈൻ. ഈ X-Men സിനിമകളുടെ ടൈം ലൈൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. X-Men ടൈം ലൈനിലാണ് എല്ലാ X-Men സിനിമകളും ഡെഡ്പൂൾ സിനിമകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡെഡ്പൂൾ 1 നടക്കുന്നത് 2016ലാണ്, ഡെഡ്പൂൾ 2 നടക്കുന്നത് 2018ലും. അതിലെ ഈ ഡെഡ്പൂൾ 2ലെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഡെഡ്പൂൾ ടൈം ട്രാവൽ ചെയ്ത് പുറകോട്ട് പോയി പല ഇവന്റ്സും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ടൈം ട്രാവൽ മാത്രമല്ല, യൂണിവേഴ്സ് ജമ്പിങ് ഉൾപ്പെടെ. അങ്ങനെ ഡെഡ്പൂൾ സ്വന്തം യൂണിവേഴ്സിൽ നിന്ന് ചാടി സേക്രഡ് ടൈം ലൈനിൽ വരുന്നുണ്ട് അവഞ്ചേഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട്. അങ്ങനെ വരുന്നത് 2018ലാണ്. അതായത് ഇവിടെ ഇൻഫിനിറ്റി വാർ നടന്നിട്ടില്ല, സിവിൽ വാർ കഴിഞ്ഞ് അവഞ്ചേഴ്സ് സ്പ്ലിറ്റ് ആയിട്ടിരിക്കുന്ന ടൈമിലാണ്. നോക്കണേ, ഈ പുള്ളി ഈ ടൈം ട്രാവൽ വാച്ചുമായിട്ടാണ് അവിടെ വരുന്നത്. എൻഡ് ഗെയിമിൽ ഈ ടോണി ടൈം ട്രാവൽ കണ്ടുപിടിക്കുന്നതിന് വളരെ മുൻപാണ്. ഇൻഫിനിറ്റി വാറിൽ ഈ താനോസ് സ്നാപ്പ് ചെയ്താലും തിരിച്ചു പോയി അത് ചേഞ്ച് ചെയ്യായിരുന്നു. എനിവേസ്, അപ്പം പുള്ളിയെ അവഞ്ചേഴ്സിൽ എടുക്കുന്നില്ല. അതുകൊണ്ട് പുള്ളി സ്വന്തം ടൈം ലൈനായ എർത്ത് 1005ലേക്ക് തിരിച്ചു വരുന്നു. തിരിച്ചെത്തിയതിനു ശേഷം പുള്ളിയുടെ ലൈഫ് അങ്ങനെ മുൻപോട്ട് പോകുന്നു. അങ്ങനെ വർഷം 2024 ആകുന്നു. ഡെഡ്പൂൾ 3ലെ സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 2024 ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെയാണ് ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് സിനിമ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റിൽ പാസ്റ്റ് ചേഞ്ച് ചെയ്തതിന് ശേഷം ക്ലൈമാക്സിൽ തിരിച്ചു വരുമ്പോൾ കാണിക്കുന്ന വർഷം 2024 ആണ്. അത് കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷമാണ് 2029ൽ ലോഗൻ സിനിമയിലെ സംഭവങ്ങൾ നടക്കുന്നത്. ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റിൽ എല്ലാ മ്യൂട്ടൻസിനെയും രക്ഷിച്ചിട്ടുണ്ടെങ്കിലും 5 വർഷം കഴിഞ്ഞ് അവരെല്ലാവരും മരിക്കുന്നുണ്ട്. അവസാനം ബാക്കിയാകുന്നത് വുൾവറൈനും. അങ്ങനെ വുൾവറൈൻ ലോറയെ പരിചയപ്പെടുന്നു. ലോറയും മറ്റ് യങ്ങർ ജനറേഷനുള്ള മ്യൂട്ടൻസിനെ രക്ഷിക്കുന്നതിനിടയിൽ ലോഗൻ മരിക്കുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് തിരിച്ച് 5 വർഷം പുറകോട്ട് വരാം. സോ അങ്ങനെ 2024ൽ ഡെഡ്പൂൾ ഞാൻ മുൻപേ മെൻഷൻ ചെയ്ത പോലെ ഒരു നോർമൽ ലൈഫ് ജീവിക്കുന്നു. ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ ഇടയിൽ വെച്ചാണ് TVA വരുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. TVA ഓഫീസറായ പാരഡോക്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് ഫ്യൂച്ചറിൽ ലോഗൻ മരിക്കുമെന്നും അത് കാരണം അവരുടെ യൂണിവേഴ്സ് ഇല്ലാതാകുമെന്നും. കാരണം വുൾവറൈനാണ് ആ യൂണിവേഴ്സിന്റെ ആങ്കർ ബീയിങ് എന്ന്. ഇത് കേട്ടപാടെ വുൾവറൈൻ പാരഡോക്സിന്റെ കയ്യിലുള്ള ആ ടെംപാഡ് മോഷ്ടിച്ച് തിരിച്ച് തന്റെ യൂണിവേഴ്സിലേക്ക് എത്തുന്നു. പക്ഷേ എത്തുന്നത് 2024ലേക്കല്ല, മറിച്ച് ഫ്യൂച്ചറിൽ 2029ലേക്കാണ്. അവിടെ വന്ന് കുഴിച്ചു നോക്കുന്നു, പക്ഷേ നടക്കുന്നില്ല. ഇവിടെയാണ് എനിക്ക് ഈ സിനിമയിലെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് തോന്നിയത്. അത് ലൂപ്പ് ഹോൾ എന്ന് പറയാൻ കഴിയില്ല. ഫ്യൂച്ചറിൽ ലോഗൻ മരിച്ചതിന് ശേഷം പോകുന്നതിന് പകരം 2029ലേക്ക് പോയി ലോഗൻ സിനിമയുടെ ക്ലൈമാക്സിൽ ലോഗനെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ഇഷ്യൂ വരില്ലായിരുന്നു. ഡെഡ്പൂൾ പോയി ലോഗനെ രക്ഷിക്കുന്നു, ലോഗൻ മരിക്കില്ല, സോ യൂണിവേഴ്സ് എൻഡ് ചെയ്യില്ല. സോ വുൾവറൈനെ ജീവനോടെ കിട്ടുന്നില്ല, പകരം മറ്റ് യൂണിവേഴ്സിലെ ഏതെങ്കിലും ഒരു വുൾവറൈനെ കണ്ടുപിടിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു വുൾവറൈനെ കണ്ടെത്തുന്നു, TVയിലും എത്തിക്കുന്നു. അവിടുന്ന് വോയിഡിലും അവരെത്തുന്നു. ഈ വോയിഡിൽ വെച്ചാണ് അവരെ പോലെ പല യൂണിവേഴ്സിൽ നിന്നും അവിടെ എത്തിപ്പെട്ട വേറെ ആൾക്കാരെ പരിചയപ്പെടുന്നത്. അവരെല്ലാവരും വേറെ വേറെ യൂണിവേഴ്സിൽ നിന്ന് വന്നവരാണ്. ബ്ലേഡ് ഒരു യൂണിവേഴ്സിൽ നിന്ന് വന്നതാണ്, ഗാംബിറ്റ് വേറൊരു യൂണിവേഴ്സിൽ നിന്ന് വന്നതാണ്, എലക്ട്ര മറ്റൊരു യൂണിവേഴ്സിൽ നിന്ന് വന്നതാണ്. ലോറ അല്ലെങ്കിൽ X-23 മാത്രമാണ് ഡെഡ്പൂളിന്റെ സെയിം യൂണിവേഴ്സിൽ നിന്ന് അവിടെ എത്തിയത്. അതായത് ലോഗൻ സിനിമയിലെ സെയിം ലോറ. എന്തുകൊണ്ട് TVA ലോറയെ അറസ്റ്റ് ചെയ്തു എന്നിട്ട് വോയിഡിലേക്ക് അയച്ചു എന്ന് സിനിമയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് എനിക്കൊരു തിയറി ഉണ്ട്. ഈ TVയുടെ റൂൾ അനുസരിച്ച് ഈ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം സംഭവിക്കുമ്പോഴാണല്ലോ അവർ ഇടപെടുന്നത്. ലോറയും ലോഗനും പരിചയപ്പെടുന്നതാണ് ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം. അവർ പരിചയപ്പെട്ടു, അത് ലോഗന്റെ മരണത്തിൽ അവസാനിച്ചു. ലോറ അവിടുന്ന് രക്ഷപ്പെട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് TVA എത്തി അറസ്റ്റ് ചെയ്ത് വോയിഡിൽ കൊണ്ടിട്ടത്. ഈ വോയിഡിൽ വെച്ചായിരിക്കില്ല ലോറ വളർന്നത്, കാരണം ഈ വോയിഡിൽ വെച്ച് ആർക്കും ഏജ് കൂടില്ല എന്നാണ് തിയറി. ഓക്കെ, ഇനി സിനിമയിലെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇനി ക്ലൈമാക്സിൽ തിരിച്ച് ഡെഡ്പൂളും വുൾവറൈനും ഡെഡ്പൂളിന്റെ യൂണിവേഴ്സിൽ എത്തുന്നുണ്ടല്ലോ. TVയോട് ഡെഡ്പൂൾ ചോദിക്കുന്നുണ്ട്, തന്നെ വോയിഡിൽ വെച്ച് സഹായിച്ച ഒരാളെ തിരിച്ച് ഈ യൂണിവേഴ്സിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന്. TVA അതിന് സമ്മതിക്കുന്നുമുണ്ട്. അങ്ങനെയാണ് ലോറയെ വോയിഡിൽ നിന്ന് തിരിച്ച് തന്റെ യൂണിവേഴ്സിലേക്ക് എത്തിക്കുന്നത്. വുൾവറൈൻ അവിടെ നിന്നാലും പ്രശ്നമില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 വുൾവറൈൻ ഒരേ സമയത്ത് ഒരേ യൂണിവേഴ്സിലുണ്ട്. അതായത് ഡെഡ്പൂളിനൊപ്പം ഒരു വേരിയന്റ് ആയിട്ടുള്ള വുൾവറൈനും നമ്മൾ സിനിമയെ കണ്ട വുൾവറൈൻ, പിന്നെ ഓൾറെഡി അവിടെ ഉള്ള വുൾവറൈൻ, അതായത് ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റിന് ശേഷം വളരെ സമാധാനമായിട്ട് ജീവിച്ചു പോകുന്ന വുൾവറൈനും. ലോറയുടെ കാര്യത്തിൽ പിന്നെ ഒരു ടൈം ട്രാവൽ പാരഡോക്സ് തന്നെ ഉണ്ട്. ഫ്യൂച്ചറിൽ 2016 ജനിച്ച ലോറ ഇപ്പോൾ 2024 8 വയസ്സാണ് ആകേണ്ടത്.
പക്ഷേ ഇവിടെ 2024 20 വയസ്സിന് മുകളിലുണ്ട്. സോ ഇങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ആലോചിച്ചാൽ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകത്തേ ഉള്ളൂ. സോ ബെറ്റർ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊന്നുമല്ല സത്യത്തിൽ യഥാർത്ഥ ക്വസ്റ്റ്യൻ എന്തിനാണ് തോർ കരഞ്ഞെന്നാണ്. സോ ഇതാണ് എൻ്റെ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ഡെഡ്പൂൾ 3 ടൈം ലൈൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.